بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه وذريته وأهل بيته وأزواجه الطاهرات أمهات المؤمنين وسلم تسليما كثيرا. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, 2020 പരിശുദ്ധ റമദാനിൽ 10-ാം തീയതി ഇന്ന് ഈ വർഷത്തെ മഹാമാരിയുടെയും പ്രതിസന്ധിയുടെയും മധ്യേ പരിശുദ്ധ റമദാൻ നാം ആചരിക്കുമ്പോൾ നൊമ്പരങ്ങളുടെയും പ്രാർത്ഥനകളുടെയും അള്ളാഹുവിനോടുള്ള കേണപേക്ഷകളുടെയും നടുവിലാണ് നാം ഉള്ളത്. സർവമതവിഭാഗങ്ങളും ആചാര്യന്മാരും ആത്മീയ നേതാക്കന്മാരുമെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് പ്രാർത്ഥനാ സദസ്സുകൾ പരിപാടികൾ നടത്തുമ്പോൾ ഇന്ന് പരിശുദ്ധ റമദാനിലെ 10-ൽ അതേ നമുക്ക് അനുസ്മരിക്കാവുന്ന ഏറ്റവും നല്ലൊരു സുദിനം കൂടിയാണ്. ആ മഹാകഥാപാത്രത്തെ മുൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്താം. വിമോചനത്തിനു വേണ്ടി, ഭൂലോകത്തിന്റെ കെടുതികളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ തുണയാകണമേ. ലോകത്തിന്റെ കെടുതിയിൽ നിന്നും വിഷമാവസ്ഥയിൽ നിന്നും മോചനമുണ്ടായി, രക്ഷയുണ്ടായി. അള്ളാഹുവേ, മനുഷ്യവംശത്തെയും ലോകത്തെയും നീ രക്ഷിക്കണമേ. പരിശുദ്ധ റമദാൻ 10-ൽ ഇന്ന് നാം ദുആ ചെയ്യുമ്പോൾ ഇന്നത്തെ സുദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. ബീവി അസ്സയ്യിദത്തു ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ സയ്യിദത്തുനാ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഇഹലോകവാസം വെടിഞ്ഞ മഹത് സുദിനമാണ് ഇന്ന്. ഈ ദിവസത്തിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് അവരിലേക്ക് നാം സ്നേഹത്തോടെ അടുക്കുകയും അവരെ മുൻനിർത്തി വസീലയാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സുദിനമാവട്ടെ. സ്വീകാര്യതയുടെയും അള്ളാഹുവിന്റെ തിരുനോട്ടം നമുക്കുണ്ടാകുന്നതിന്റെയും നിമിത്തമായി ഈ നിമിഷങ്ങൾ അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ബീവി സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണിയായി ഭാഗ്യവതിയായി ജീവിച്ച പുണ്യഭവതി. തിരുനബിക്ക് 25 വയസ്സുള്ളപ്പോൾ 40-ാമത്തെ വയസ്സുള്ള സയ്യിദത്തുന ഖദീജയെയാണ് മണവാട്ടിയായി സ്വീകരിച്ചത്. ആ വിവാഹമംഗളത്തിലേക്ക് വഴിയൊരുക്കിയതും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ ദീർഘ ദൃഷ്ടിയായിരുന്നു. ഹിജ്റയുടെ മുമ്പ് 68-ാം വർഷം ഭൂജാതരായി. ഹിജ്റയുടെ മുമ്പ് 3-ാം വർഷം അഥവാ ഹിജ്റയുടെയും 3 വർഷം മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞ ക്രിസ്താബ്ദം 556-ൽ ജനിച്ച് ക്രിസ്താബ്ദം 620-ൽ വിയോഗമടഞ്ഞ ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ വഅർളാഹ അവരെക്കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ലോകത്തുള്ള അഹ്ലുൽ ബൈത്തിലെ വിശ്വാസിനി വനിതകളുടെ മുഴുവൻ പ്രിയപ്പെട്ട മാതൃമഹിയാണ് ബീവി ഖദീജത്തുൽ കുബ്ര. ഫാത്തിമത്തു സഹ്റാന്റെ, സയ്യിദുനൽ ഹസൻ സയ്യിദുനൽ ഹുസൈന്റെ വല്യുമ്മയാണ് പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്ര. സയ്യിദുനാ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിൽ ഇത്രമേൽ സ്വാധീനം ചെലുത്തിയ, പ്രണയവും പ്രേമവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം കോരിവാരി സമ്മാനിച്ച ഒരു മഹതി, ഒരു ചരിത്ര കഥാപാത്രം ലോകത്ത് മറ്റാരുമില്ല. വിശ്വാസിനികളുടെ കൂട്ടത്തിൽ മാത്രമല്ല, സത്യവിശ്വാസികളുടെ ഗണത്തിൽ തന്നെ ഒന്നാമതായി പരിശുദ്ധ ദീനിന്റെ സത്യസാക്ഷ്യം വഹിച്ച് അള്ളാഹുവിനെ അണഞ്ഞ മഹദിയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ബീവി ഖദീജത്തുൽ കുബ്രയെ വർണ്ണിച്ചുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പറഞ്ഞത് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തന്നെയാണ്. അവിടുന്ന് പുകഴ്ത്തിയ പ്രശംസകൾ ധാരാളമാണ്. നമുക്കിന്ന് ആ ചരിത്രത്തിന്റെ ഓർമ്മകളിലൂടെ ഒരു മഹാകാവ്യത്തെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ടു പോകാം. മറ്റാരുമല്ല, അനുഗ്രഹീതനായ യമനി കവിയും ആധ്യാത്മിക താവഴിയിൽ ഖാദിരിയ മാർഗം സ്വീകരിച്ച് മുന്നേറിയ സയ്യിദി അബ്ദുൽ ഖാദിർ
ഖറദ് അൽ യമനി അഷ്ശാഫിഈ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു വഅർളാഹ്. സയ്യിദി അബ്ദുൽ ഖാദിർ ഖറദ് എന്ന മഹാകവി ഭാഗ്യവാനാണ്. ഖദീജത്തുൽ കുബ്രയെ കുറിച്ച് പാടിയത് മാത്രമല്ല, അവര് ബീവി ആമിന റളിയല്ലാഹു അൻഹായെ ഹൃദയം തൊട്ടുകൊണ്ട് പാട്ടുപാടിയിട്ടുണ്ട്. അല്ലാഹു ശാഅകി അൻ തകൂനി ഫീന ഉമ്മൻ ലിഖൈരിൽ മുർസലീന ഹനൂനാ ഫഖ്താറകിൽ മൗലാ ലിഹംലി അമാനത്തിൻ ഫഖുലിഖ്തി ആമിനതൻ വദഅതി അമീനാ. ബീവി അസയ്യിദത്ത് ആമിന റളിയല്ലാഹു അൻഹായെ കുറിച്ച് ഹൃദയം തൊട്ട് പാടിയ ആ മനോഹര വരികൾ അബ്ദുൽ ഖാദിർ ഖറദ് എന്ന അനശ്വരത്വം നേടിയ മഹാകവിയുടെ മനസ്സിൽ വിരിഞ്ഞ പുഷ്പതല്ലജങ്ങളാണ്. അത് നാം മുമ്പ് അതിന് സേവനം ചെയ്യാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് അബ്ദുൽ ഖാദിർ ഖറദ് എന്ന മഹാകവി സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായെ കുറിച്ച് പാടിയ എഴുതിയ മനോഹരമായ ഈരടികൾ ഇന്നത്തെ റമദാൻ 10 നമ്മുടെ സമ്മാനമായി ഉപഹാരമായി ആമിന ബീവിയുടെയും ഫാത്തിമ ബീവിയുടെയും എന്തിനധികം ലോകത്തുള്ള എല്ലാ ബീവിമാരുടെയും ഏറ്റവും ബന്ധപ്പെട്ട വനിത ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായെ വസീലയാക്കി ആ കാവ്യ തല്ലജങ്ങളിലൂടെ നമുക്ക് അനുസ്മരണം നടത്താം. സയ്യിദി അബ്ദുൽ ഖാദിർ ഖറദ് ഖദീജത്തുൽ കുബ്രയെ സംബോധിച്ചുകൊണ്ടാണ് സ്നേഹത്തോടുകൂടി ഭവതിയോട് സംവദിക്കുകയാണ്. അവര് തുടങ്ങട്ടെ. അലൗത്തി ഫലം തുദ്റക് മഖാമാതുകിൽ കുബ്രാ ഫഗൈറുകി ലാ തുദ്അ വഇൻ അളുമത് കുബ്രാ. പ്രിയപ്പെട്ട ഭവതി ഖദീജത്തുൽ കുബ്ര, അങ്ങയുടെ ആധ്യാത്മിക പദവികളെയും സ്ഥാനങ്ങളെയും പ്രാപിക്കാൻ നിങ്ങൾ വരിച്ച ഏറ്റവും വലിയ മഖാമിനെ വരിക്കാൻ ലോകത്താർക്കും സാധ്യമല്ലാത്ത വിധം അങ്ങ് മഹത്വം വരിച്ചിരിക്കുന്നു. ലോകത്ത് വലിയവർ, മഹതികൾ, മഹത്തുക്കൾ എന്നെല്ലാം എല്ലാവരും അവകാശപ്പെട്ടാലും കുബ്ര എന്ന പദവിക്ക് ഖദീജത്തുൽ കുബ്ര നിങ്ങൾക്ക് മാത്രമല്ലേ സാധിച്ചിട്ടുള്ളൂ. വകം ഫീ നിസാഇൽ ആലമീന അളീമത്തിൻ വലാകിന്നഹാ ഇൻ ഖൂരിനത് ബീകി ഫസ്സുഗ്റാ. ലോകത്ത് എത്രമാത്രം മഹദികൾ ഉണ്ടായിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ മഹത്വം വരിച്ചവർ. പക്ഷേ ഖദീജത്തുൽ കുബ്ര നിങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെല്ലാവരും അസ്സുഗ്റയാണ്, ചെറിയവരാണ്. തീർച്ചയായും അൽ കുബ്ര ഖദീജത്തുൽ കുബ്ര നിങ്ങൾ മാത്രമാണ്. തഫറസ്തി ഫീ വജ്ഹിൻ നബിയ്യി ഫിറാസതൻ അറഫ്തി ബിഹാ മാ കാന മിൻ അംരിഹി സിറാ. മക്കയിലെ വ്യാപാര നിപുണയായിരുന്ന സമ്പന്നയായിരുന്ന ഖദീജത്തുൽ കുബ്ര നേരത്തെ വിവാഹം ചെയ്ത് ആ വിവാഹങ്ങളിലെല്ലാം സന്താനങ്ങളെയും പ്രസവിച്ച് വിധവയായി കഴിഞ്ഞുകൂടുന്ന 40ാമത്തെ വയസ്സിലാണ് ആ മഹാഭാഗ്യത്തെ ഖദീജ ബീവി വരിക്കുന്നത്. 25 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മഹാത്മാവിനെ തന്റെ ഭർത്താവായി കിട്ടണമെന്ന് ചർച്ചയുമായി മുൻപോട്ട് വന്നത് ഖദീജ ബീവിയായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, പരിശുദ്ധ മക്കയിലെ മുമ്പ് ജീവിച്ച ഒരു ജ്യോത്സ്യൻ മക്കയിൽ ഒരുമിച്ചുകൂടിയ കഅബ മന്ദിരത്തിന്റെ പരിസരത്തുള്ള സ്ത്രീരത്നങ്ങളോട് മുഴുവൻ ഒരു പ്രവചനം നടത്തിയിരുന്നു. ഭവതികളെ, സ്ത്രീജനങ്ങളെ, നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിന്റെ കാരുണ്യപ്രവാചകരായ അന്തിമദൂതരുടെ ധർമ്മപത്നിയാകാൻ ഭാഗ്യമുള്ളയാളാണ്. നിങ്ങളിൽ ആരാണ് എങ്കിൽ നിങ്ങൾ വേഗം അതിനുവേണ്ടി പരിശ്രമിക്കുകയും. ഖദീജത്തുൽ കുബ്ര എന്ന യുവതി, സുന്ദരി, സമ്പന്ന, മക്കയിലെ കുലീന. ഈ ജ്യോത്സ്യന്റെ വാക്ക് മുഖവിലക്കെടുക്കുകയും മുഹമ്മദുനിൽ അമീൻ എന്ന ആ പുണ്യപ്രവാചകരുടെ മുഖത്ത് നോക്കി ലക്ഷണത്തിലൂടെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു എന്നാണ് ചരിത്രം. ആ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് തന്റെ വ്യാപാര മേഖലയുടെ മാനേജറായി പ്രവർത്തിക്കുന്ന മൈസറയുമായി ബന്ധപ്പെട്ട് മുഹമ്മദുൽ അമീനെ ഭർത്താവായി ലഭിക്കാൻ വിവാഹാന്വേഷണവുമായി മുൻപോട്ട് വരുന്നത്. കവി അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് തഫറസ്തി
ഫീ വജ്ഹിൻ നബിയ്യി ഫിറാസതൻ അറഫ്തി ബിഹാ മാ കാന മിൻ അംരിഹി സിറാ. തിരുനബി മുഹമ്മദുൽ അമീന്റെ മുഖശ്രീയിലേക്ക് നോക്കി ആ മഹനീയമായ ലക്ഷണത്തെ നിങ്ങൾ കണ്ടെടുത്തു ഖദീജത്തുൽ കുബ്ര. രഹസ്യമായി ഒളിഞ്ഞു കിടന്നിരുന്ന ആ പ്രകാശത്തെ, ആ ഒളിവിനെ ഖദീജ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചു. എന്തായിരുന്നു അത്? റഅയ്തി ബിഹി നൂറൻ നുബുവ്വതി സാത്തിഅൻ ഫസ്റഅതി നഹ്വൻ നൂരി ഫുസ്തി ബിഹി മഹ്റാ. പ്രവാചകത്വത്തിന്റെ ഒളിവ് മുഹമ്മദുൽ അമീൻ എന്ന 25കാരന്റെ മുഖത്ത് ലവണ്യത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ പ്രകാശമായി സ്ഫുരിക്കുന്നത് ഖദീജത്തുൽ കുബ്ര നിങ്ങൾ നോക്കിക്കണ്ടു. ആ നുബുവ്വത്തിന്റെ വെളിച്ചത്തെ കണ്ടതിന്റെ പേരിൽ നിങ്ങൾ അവരുടെ ഭാര്യയാവാൻ, സഹധർമ്മിണിയാകാൻ വേഗം വേഗം മുന്നോട്ടടുക്കുകയായിരുന്നു. അത് തന്നെ ആയിരുന്നു നിങ്ങൾ അങ്ങോട്ട് നൽകിയ മഹർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഇങ്ങോട്ട് നൽകിയ മഹറും ആ പ്രവാചകത്വത്തിന്റെ, നുബുവ്വത്തിന്റെ പ്രകാശമായിരുന്നു. അത് സ്വീകരിക്കാൻ ചരിത്രപരമായ അനുകൂലാവസ്ഥയെല്ലാം ഖദീജത്തുൽ കുബ്രയ്ക്ക് ലഭിച്ചു. വിദേശത്തേക്കുള്ള ഒരു കച്ചവട യാത്രയിലെ തന്റെ കച്ചവടത്തിൽ നേതൃത്വം കൊടുക്കാൻ മൈസറയുടെ കൂടെ മുഹമ്മദുൽ അമീൻ എന്ന 25കാരനെ മൈസറയുമായി ബന്ധപ്പെട്ട് ഖദീജത്തുൽ കുബ്ര രംഗത്ത് കൊണ്ടുവന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കച്ചവട യാത്രയിൽ അത്ഭുതകരമായ വിജയം നേടി ലാഭം കൊയ്ത് തിരിച്ചു വന്നു. അതിന്റെ ശേഷമാണ് മക്കത്തെ രാജാത്തിയായ ഖദീജത്തുൽ കുബ്ര മൈസറ എന്ന മാനേജറെ ഉപയോഗപ്പെടുത്തി മുഹമ്മദുൽ അമീൻ എനിക്ക് കൂട്ടാവാൻ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകാൻ സന്നദ്ധമാണോ എന്നറിയിക്കാൻ അന്വേഷണവുമായി വിട്ടു. ബിമൈസറത്തിൻ ഖദ് യസ്സറല്ലാഹു കുല്ലമ തുരീദീനഹു ഫൽയുസ്റു ഖാദകി ലിൽയുസ്റാ. അബ്ദുൽ ഖാദിർ ഖർദ് എന്ന ആധ്യാത്മിക ജ്ഞാനങ്ങളിൽ മുന്നേറിയ ഈ കവിയുടെ ഓരോ പദപ്രയോഗങ്ങളും മധുരമാണ്. ബിമൈസറത്തിൻ, ഖദീജ ബീവിയുടെ ഈ വിവാഹ മംഗളത്തിന് സാക്ഷിയാകാനും അന്വേഷണത്തിന് നേതൃത്വം നൽകാനും മൈസറ എന്ന കഥാപാത്രം. ചരിത്രത്തിൽ ആ വ്യാപാര പ്രമുഖന്റെ പേര് അങ്ങനെയായിരുന്നു. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? എളുപ്പത്തിലേക്ക് നയിക്കുന്ന കേന്ദ്രം എന്നാണ്. അതുകൊണ്ട് എല്ലാം എളുപ്പമായിരുന്നു. ബിമൈസറത്തിൻ ഖദ് യസ്സറല്ലാഹു കുല്ലമാ തുരീദീനഹു, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം എളുപ്പമാകാൻ മൈസറയിലൂടെ അല്ലാഹു തആല നിങ്ങൾക്ക് സുഗമമാക്കി തന്നു. ഫൽയുസ്റു ഖാദകി ലിൽയുസ്റാ, ഏറ്റവും വലിയ എളുപ്പത്തിലേക്ക് നിങ്ങളെ നയിച്ചു മൈസറയുടെ ഒത്താശകൾ. അതെ, റബിഹ്തി റസൂലല്ലാഹി ഹീന ഖതബ്തിഹി ഫകുന്തി ലഹു മഅവാ ശദത്തി ലഹു അസ്റാ. ഖദീജത്തുൽ കുബ്രായോട് ഹൃദയം കൊണ്ട് നമുക്ക് സംവദിക്കാം ഈ മഹാകവിയുടെ വരികൾ കടമെടുത്തുകൊണ്ട്. ഓ പ്രിയപ്പെട്ട ഭവതി ഖദീജത്തുൽ കുബ്ര, റസൂലുള്ളാഹിയെ വിവാഹാന്വേഷണവുമായി ചൊല്ലുക വഴി നിങ്ങൾ നടത്തിയ ആ ബിസിനസ്, ആ വ്യാപാരം, അതായിരുന്നു ഏറ്റവും ലാഭകരമായ കച്ചവടം. അന്ന് മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അഭയമാകാൻ, തണലാകാൻ, കരുണയാകാൻ, എല്ലാറ്റിനും മുന്നിൽ നിന്നുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുവാൻ അഭയകേന്ദ്രമായില്ലേ ഖദീജ ബീവി നിങ്ങൾ. തിരുനബിയുടെ എല്ലാ പ്രയാസങ്ങളെയും അകറ്റി, എല്ലാ എളുപ്പങ്ങളെയും വരുത്തി ഖദീജത്തുൽ കുബ്ര. അന്ന് മുതൽ ഖദീജ ബീവി നിങ്ങളുടെ പരിശ്രമങ്ങൾ. അതെ, വഅസ്ബഹ്തി മഹ്ദൻ ലിർറിസാലതി ഹാദിന തലഖൈതിഹാ മിൻ ഹീനി മാ നസലത് ഇഖ്റ ബിസ്മി റബ്ബിക് അല്ലദീ ഖലഖ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യ വെളിച്ചത്തിന്റെ ആദ്യ സൂക്തം ഭൂമിയിൽ അവതരിച്ച ആദ്യത്തെ നിമിഷം മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വിശ്വാസത്തിൽ സത്യസാക്ഷ്യം ഒഴിഞ്ഞ് റിസാലത്തിന്റെ ആ വലിയ സംവിധാനത്തിൽ തൊട്ടിലാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ ഖദീജത്തുൽ കുബ്ര. റിസാലത്തുൽ മുഹമ്മദിയ്യയുടെ തൊട്ടിലാകാൻ, അതിന്റെ പിറന്ന ഭൂമിയും അതിന്റെ ജന്മമെടുത്ത പരിശുദ്ധ തൊട്ടിലും
നിങ്ങളായിരുന്നല്ലോ ഖദീജത്തുൽ കുബ്ര. ഇഖ്റഇന്റെ ആരംഭം മുതൽ പരിശുദ്ധ ദീനിന്റെ ഒന്നാമത്തെ ശിലയായി വർത്തിച്ചു ഖദീജത്തുൽ കുബ്ര. അതെ, വഅൻതില്ലതി തംഅൻതി ത്വാഹ ബിഅന്നഹു തലഖാ മിനല്ലാഹിർ റിസാലത വദ്ദിക്റാ. പ്രവാചകത്വ ലബ്ധിയുടെ ആദ്യ നാളുകളിൽ സ്വാഭാവികമായും തിരുനബിക്കുണ്ടായ മാനസികമായ സംഘർഷങ്ങൾ അല്ലെങ്കിൽ മാനസികമായ ആലോചനകൾ സ്വാഭാവികമാണ്. എന്താണ്, എങ്ങോട്ടാണ്, എവിടേക്കാണ് ഞാൻ നയിക്കപ്പെടുന്നത് എന്ന വ്യത്യസ്തങ്ങളായ ആലോചനകൾ. ഈ സന്ദർഭത്തിലെല്ലാം തിരുനബിക്ക് ധൈര്യം പകർന്നതും ശാന്തി പകർന്നതും അണച്ചുകൂട്ടി പിടിച്ചതും പുതപ്പ് മൂടിക്കൊടുത്തതും ഖദീജത്തുൽ കുബ്ര ഭവതി നിങ്ങളായിരുന്നില്ലേ തിരുനബി തങ്ങൾക്ക് കിട്ടിയ സത്യമായ റിസാലത്തിന്റെ നുബൂവത്തിന്റെ പ്രകാശരശ്മികൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അതെ, ബോധ്യപ്പെട്ട ഭവതി തിരുനബിക്ക് ബോധ്യം നൽകുകയായിരുന്നു പല കാര്യത്തിലും. എന്നിട്ട് ഖദീജ ബീവി എന്ന ചരിത്രത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ആദ്യ വനിത വസമ്മൽതിഹി ദസ്സർതിഹി വലിവർഖത്തിൻ ذهبتي به يتلو عليه الذي يقرا. ആ കാലഘട്ടത്തിലെ വേദാന്തിയായിരുന്ന തൗറാത്തും ഇൻശീലും ഹൃദിസ്ഥമാക്കിയ ജ്ഞാന ഗുരുവായിരുന്ന വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ആത്മജ്ഞാനി ഖദീജത്തുൽ കുബ്രയുടെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. തന്റെ പ്രിയതമന് ആധ്യാത്മികമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന്, മാലാഖയിൽ നിന്ന് ദിവ്യപ്രകാശത്തിന്റെ വചനങ്ങൾ ലഭിക്കുന്നു എന്ന്, എന്താണ്, എങ്ങോട്ടാണ്, ഒരു പ്രത്യേകമായ വഴി വെളിച്ചം ലഭിക്കാതെ വന്നപ്പോഴും ഖദീജ ബീവിക്ക് സംശയം ഒന്നുകൂടി അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാളായി വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ആത്മജ്ഞാനിയെ സമീപിക്കുന്നു. വരുന്നതും ലഭിക്കുന്നതുമായ സന്ദേശങ്ങൾ വറഖയെ കേൾപ്പിക്കുന്നു ഖദീജത്തുൽ കുബ്ര. കൂടെ തിരുനബി തന്റെ ഭർത്താവിനെയും കൊണ്ടുപോയിട്ടുണ്ട്. വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ആത്മജ്ഞാനിയായ വേദാന്തി പെട്ടെന്ന് പറഞ്ഞ പ്രസ്താവനയാണ്, അധികമൊന്നും ചിന്തിക്കാനില്ല, ഇതു തന്നെയാണ് അന്നാമൂസ് അല്ലദീ ജാഅ ബിഹി മൂസ. മൂസ പ്രവാചകനെ സമീപിച്ച, അബ്രഹാമിനെ സമീപിച്ച എല്ലാ തിരുദൂതന്മാർക്കും ദിവ്യ സന്ദേശത്തിൽ ദൂതനായി വർത്തിച്ച ജിബ്രീൽ മാലാഖയുടെ സാന്നിധ്യമാണിത്. അതുകൊണ്ട് ഖദീജത്തുൽ കുബ്ര, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ പ്രിയപ്പെട്ട ഭർത്താവിനെ അണച്ചുകൂട്ടിപ്പിടിക്കുക, സംരക്ഷണം നൽകുക, അഭയമായി തീരുക. തീർച്ചയായും അവിടത്തേക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് എന്ന ബോധ്യവും വെളിച്ചവും വറഖത്ത് ഇബ്നു നൗഫൽ എന്ന വൃദ്ധനായ ആധ്യാത്മിക ജ്ഞാനി പറഞ്ഞുകൊടുക്കാൻ അവസരം സൃഷ്ടിച്ചത്, അതിനെല്ലാം ചരിത്രപരമായ അവസരങ്ങൾ ഉണ്ടാക്കിയത് ഖദീജത്തുൽ കുബ്ര നിങ്ങളായിരുന്നില്ലേ. നിങ്ങളുടെ പരിശ്രമങ്ങൾ ഞങ്ങൾക്കൊക്കെ എന്നുമെന്നും ഓർക്കാൻ, ഞങ്ങളുടെ ദൃഢബോധ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായകമായിരുന്നില്ലേ. വലമ്മാ അതാ ജിബ്രീലു ഖുംതി ബിഖൽഅകിൽ നിഖാബ ഫലം യംകുസ് ഫഅല ഇന്തിഹാ ബുശ്റാ. നുബുവത്തിന്റെ ആദ്യ നാളുകളിൽ ഒരിക്കൽ സയ്യിദുനാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബിയെ സമീപിക്കാൻ വന്നപ്പോൾ ഇത് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശത്തിന്റെ മാലാഖ തന്നെയല്ലേ എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടി നിങ്ങൾ ഖദീജ ബീവി ഒരു പരീക്ഷണം നടത്തിയിരുന്നില്ലേ. ജിബ്രീൽ മാലാഖ ഇനി വരുമ്പോൾ എന്നെ അറിയിക്കണമെന്ന് തന്റെ പ്രിയതമനോട് പറയുന്നു. ജിബ്രീൽ മാലാഖയുടെ സാന്നിധ്യം മനസ്സിലാക്കിയപ്പോൾ ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് റസൂലുള്ളാഹി വിശ്രമിക്കുമ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ മാലാഖ വഹിയുമായി വരുന്നത്. പെടുന്നനെ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ എന്ന ബുദ്ധിമതിയായ മഹദി ഒരു കാര്യം ചെയ്തു. തന്റെ ഉത്തരീയം, ശിരസിൽ അണിഞ്ഞ വസ്ത്രം പതുക്കെ എടുത്തു മാറ്റിക്കളഞ്ഞു. ഉടനെ തന്നെ സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജയോട് പറഞ്ഞു, ബീവി ഖദീജ, എന്റെ അടുത്തേക്ക് വന്ന ദിവ്യദൂതർ അപ്രത്യക്ഷമായിരിക്കുന്നു. അതെ, ഒരു സ്ത്രീയുടെ ശിരോവസ്ത്രം തുറന്നിട്ടുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറിയപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അപ്രത്യക്ഷനായി. ഇത് ഒരു പരീക്ഷണമായിരുന്നു. ഖദീജത്തുൽ കുബ്രാക്ക് സ്വന്തമായി തോന്നിയ ഒരു നിരീക്ഷണം. അത് വിജയിക്കുകയും ഖദീജ ബീവിക്ക് ഉറപ്പ് വന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നത്. ഉറപ്പില്ലാത്തതുകൊണ്ടല്ല, അവരവരുടെ
അനുഭവജന്യമായ ആധ്യാത്മിക സാക്ഷാത്കാരം ലഭിക്കുവാൻ, ബോധ്യം ലഭിക്കുവാനുള്ള ഇത്തരം ചില ചരിത്രപരമായ ഇടപെടലുകൾ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ചെയ്തിട്ടുണ്ട്. അതോടുകൂടി ആ സന്തോഷ സുവാർത്തകൾ നൽകുന്ന ജിബ്രീൽ മാലാഖെ എല്ലാ സന്ദേശങ്ങളെയും തീർത്തും സ്വയം തന്നെ ഉൾക്കൊള്ളാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഉയരുകയായിരുന്നു. അതെ, അന്നു മുതൽ ഒരു വലിയ ചരിത്ര ഗ്രന്ഥത്തിന്റെ ആദ്യാക്ഷരമായി ഖദീജത്തുൽ കുബ്ര നിലകൊണ്ടു. കോടാനുകോടി സത്യവിശ്വാസികളുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഈ മഹാസൗധത്തിലെ ഒന്നാമത്തെ ശിലയായിരുന്നു ഖദീജത്തുൽ കുബ്ര. ഇസ്ലാമിക സമൂഹമെന്ന പ്രസ്ഥാനമെന്ന മഹാഗ്രന്ഥത്തിലെ ഒന്നാമത്തെ അക്ഷരമായിരുന്നു ഖദീജത്തുൽ കുബ്ര. പുരുഷന്മാരിൽ ഒന്നാമതായി കടന്നുവന്ന സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ മുമ്പ്, കുട്ടികളുടെ കൂട്ടത്തിൽ ഒന്നാമനായി കടന്നുവന്ന സയ്യിദുന ഇമാമു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും മുമ്പ്, ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായി വന്ന സയ്യിദുന സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവും കടന്നു വരുന്നതിനു മുൻപ് ഒന്നാമതായി കടന്നുവന്ന ഖദീജത്തുൽ കുബ്ര മഹാകവി മനോഹരമായി ആവിഷ്കരിച്ചു. കതബ്തി ഹുറൂഫൻ മിൻ ഹയാതി മുഹമ്മദി ഫഅസ്ബഹതി ഫീ അലാ സഹായിഫിഹാ സത്റാ. പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫയുടെ മഹദ് ജീവിതത്തിൽ നിന്നുള്ള മഹാഗ്രന്ഥത്തെ അക്ഷരങ്ങളായി നിങ്ങൾ ബീവി ഖദീജ രചിച്ചു തീർത്തപ്പോൾ ആ മഹാഗ്രന്ഥത്തിലെ ഒന്നാമത്തെ വരിയായി തീർന്നത്, ഒന്നാമത്തെ അക്ഷരമായി തീർന്നത് ഭവതി തന്നെ ആയിരുന്നില്ലേ? ഖദീജ ബീവിയെ സംബോധിച്ചുകൊണ്ട് നമുക്കിന്ന് ഹൃദയം തൊട്ടുകൊണ്ട് ഖദീജ ബീവിയോട് പറയാം, അവ്വലുൽ മുഅ്മിനീന ഇത്ലാഖൻ, ഒന്നാമത്തെ വിശ്വാസിനിയായി ഖദീജത്തുൽ കുബ്ര. അതെ, തിരുനബിക്ക് അഭയം കൊടുത്തതിനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചതിനും തന്റെ മുതലും തന്റെ എനർജിയും തന്റെ സ്നേഹവും തന്റെ മനസ്സും തന്റെ ജീവിതവും തനിക്ക് അല്ലാഹു നൽകിയ എല്ലാം തിരുനബിയുടെ മാർഗത്തിൽ സമർപ്പിച്ചു എന്നതാണ് ഖദീജ ബീവിയുടെ മറ്റാർക്കുമില്ലാത്ത സവിശേഷത. ജബലുന്നൂർ എന്ന മക്കയുടെ സമനിരപ്പിൽ നിന്ന് 1000 കാതമകലെ മുകളിൽ കിടക്കുന്ന ഹിറാ ഗുഹയുടെ അടുത്തേക്ക് ഭക്ഷണപ്പൊതിയുമായി ഖദീജത്തുൽ കുബ്ര കടന്നു പോകാറുണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷിയാണ്. അതെ, 40 വയസ്സിലാണ് വിവാഹം നടക്കുന്നത്. പിന്നെയും 15 വർഷം കഴിഞ്ഞിട്ടാണ് പ്രവാചകത്വലബ്ധി ഉണ്ടാകുന്നത്. അന്ന് ഖദീജ ബീവിക്ക് 55 വയസ്സാണ്. തിരുനബിയുടെ മക്കളെയെല്ലാം പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 55 വയസ്സായ നിരവധി കുഞ്ഞുങ്ങളുടെ ഉമ്മയായ ഖദീജത്തുൽ കുബ്ര തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അഭയം നൽകാൻ ഭക്ഷണം പൊതിഞ്ഞുകൊണ്ട്, ആ പൊതി കയ്യിൽ വെച്ചുകൊണ്ട് ജബലുന്നൂർ എന്ന കുതുകുത്തനെയുള്ള പർവ്വത നിരയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. പർവ്വതത്തിന്റെ ഉത്തുംഗതയിലെത്തി തന്റെ ഭർത്താവിനെ എത്രയോ സ്നേഹപൂർവം ഉമ്മ വെച്ച് താലോലിച്ച് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സ്നേഹധർമ്മത്തിന്, ഈ ഒരു ഉപകാരത്തിന് അല്ലാഹു തആല ഖദീജ ബീവിക്ക് പ്രത്യുപകാരം കൊടുക്കാതിരിക്കുമോ, ഫലം കൊടുക്കാതിരിക്കുമോ? അതെ, വഖദ് ശക്കറൽ മൗല സ്വനീഅകി ഇന്നഹു ശകൂറു വഹാദൽ ഫിഅലു യസ്തൗജിബു ശുക്റാ. ഖദീജത്തുൽ കുബ്ര റസൂലുള്ളാഹിക്ക് ആഹാരവുമായി ജബലുന്നൂറിന്റെ പർവ്വത നിരയിലേക്ക് കയറിപ്പോയതും തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ കാലത്തും അഭയം കൊടുത്തതും സംരക്ഷണം നൽകിയതും അല്ലാഹു തആല അതിന് തിരിച്ച് നന്ദി കാണിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവാണ് അശക്കൂർ, അവൻ എല്ലാവരോടും നന്ദി പുലർത്തുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നന്ദി ചെയ്യുന്നവർക്കെല്ലാം അതിന് പ്രതിഫലം സമ്മാനിക്കുന്നവനാണ് അല്ലാഹു. അത് ബീവി ഖദീജത്തുൽ കുബ്രാക്ക് നൽകിയതിന്റെ രീതി എന്തായിരുന്നു? ഊഹമല്ല, പ്രതീക്ഷയല്ല, സംശയമല്ല. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ദിവ്യ സന്ദേശമായി ജിബ്രീൽ മാലാഖ അതിനുവേണ്ടി മാത്രം ഖദീജ ബീവിയുടെ വസതിയിലേക്ക് വന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഫഅഹ്ദാകി മൗലാകി സലാമു സലാമഹു വഅഅതാകി ഫിൽ ഫിർദൗസി മിൻ ഖാസബിൻ ഖസ്റാ. സഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള
സ്വീകാര്യമായ നിവേദനങ്ങളിൽ വന്നതാണ്. സയ്യിദുനാ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഖദീജത്തുൽ കുബ്രയോട് റസൂലുള്ളാഹി അറിയിക്കുന്നു, ഖദീജ, അസ്സലാം ആയ അല്ലാഹു, സമാധാനത്തിന്റെ, സുരക്ഷയുടെ, അഭയമായ, മൗലികമായ കേന്ദ്രമായ അസ്സലാമായ അല്ലാഹു ബീവി ഖദീജ നിങ്ങൾക്ക് അസ്സലാം അറിയിച്ചിരിക്കുന്നു എന്ന് ബീവി ഖദീജയോട് റസൂലുള്ളാഹി പറഞ്ഞപ്പോഴും ലോകൈകനാഥനായ അല്ലാഹു എന്റെ പേര് പറഞ്ഞുവോ തിരുനബിയേ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷാശ്രുക്കൾ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഖദീജ ബീവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആലിംഗനം ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞത്, അസ്സലാമായ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് സലാം ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളോട് സന്തോഷവാർത്ത അറിയിക്കാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ബിഖസ്രിൻ, ഒരു പ്രത്യേകമായ ബംഗ്ലാവ്, ഒരു മണിമാളിക സ്വർഗത്തിൽ ഖദീജയ്ക്ക് വേണ്ടി മാത്രമായി അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ അല്ലാഹു തആല സന്തോഷം നൽകിയിരിക്കുന്നു. ഇതായിരുന്നു ഖദീജത്തുൽ കുബ്ര. മറാത്തീബു ലാ യുഅലാ അലൈഹാ വരിഫഅത്തുൻ ലക്കും ഖുസ്സിസത് ഫല്ലാഹു അഅലാകും ഖദ്റാ. മറ്റൊരാൾക്കും ഇനി അതിജയിക്കാൻ കഴിയാത്ത ആധ്യാത്മിക ഔന്നിത്യവും വിധാനങ്ങളും നിങ്ങൾക്ക് മാത്രം അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കെത്താൻ ലോകത്താർക്കുമേ കഴിഞ്ഞിട്ടില്ല. തറാറാ ഹാദദ്ദീനു ഫീ ബൈതികും കഅന്നഹു തൗഅമു റൂഹി ലിഫാത്തിമത്തി സഹ്റാ. അബ്ദുൽ ഖാദിർ ഖർദ് എന്ന അനുഗ്രഹീതനായ കവി എല്ലാം കൊണ്ടുവരികയാണ് തന്റെ ഈ മഹാകാവ്യത്തിലേക്ക്. ഈ പരിശുദ്ധ ധർമ്മം, ഇസ്ലാം എന്ന പ്രസ്ഥാനം ജനിച്ച് വളർന്ന് വലുതായി ശക്തി പ്രാപിച്ചതെല്ലാം നിങ്ങളുടെ വസതിയിൽ വെച്ചല്ലേ ഖദീജത്തുൽ കുബ്ര? നിങ്ങളുടെ വീട്ടിൽ വെച്ചല്ലേ ഈ മഹാപ്രസ്ഥാനം ആരംഭിച്ചതും വളർന്നതും വലുതായതും ശക്തി നേടിയതുമെല്ലാം? അതെ, നിങ്ങൾ ആരായിരുന്നു ഖദീജ? ഫാത്തിമത്തു സഹ്റാ എന്ന ആ മഹാഭവതിയുടെ ഇരട്ട പോലെയാണ്. ആധ്യാത്മികമായി തൗഅമായിരുന്നു നിങ്ങൾ, ഇരട്ടകളായിരുന്നു നിങ്ങൾ. അതായത് ഖദീജത്തുൽ കുബ്രയിൽ നിന്നാണല്ലോ ബീവി ഫാത്തിമത്തു സഹ്റാ വരുന്നത്. ആധ്യാത്മികമായി സയാമീസുകളായിരുന്നു ഫാത്തിമത്തു സഹ്റാന്റെ കൂടെ നിങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജത്തുൽ കുബ്രയെ അനുസ്മരിച്ചപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സന്തോഷിക്കും. ഫാത്തിമത്തു സഹ്റായെ കൂടി ഈ പ്രാർത്ഥനാ ശ്ലോകത്തിലേക്ക് അബ്ദുൽ ഖാദിർ ഖർദ് കൊണ്ടുവന്നത് നമ്മുടെയൊക്കെ ആലാപനമാകാൻ, നമ്മുടെയൊക്കെ മന്ത്രമാകാൻ ഈ വരികൾ തികച്ചും ശക്തമാണ്. അന്ന് മുതൽ തിരുനബിക്ക് പ്രണയം കൊടുത്തു, കാവൽ കൊടുത്തു, സുരക്ഷ കൊടുത്തു, ധനം കൊടുത്തു. ഫഔലൈതിഹി ഹുബ്ബൻ വസിദ്ഖൻ വതാഅതൻ വഅഹ്ബബ്തിഹി നഹിയൻ വഅഹ്ബബ്തിഹി അംറാ. തിരുനബി തങ്ങൾക്ക് ഖദീജത്തുൽ കുബ്ര നിങ്ങൾ പ്രണയം സമ്മാനിച്ചു, സത്യസന്ധത സമ്മാനിച്ചു, പൂർണമായ സമർപ്പണവും അനുസരണവും സമ്മാനിച്ചു. വിരോധം പറയുമ്പോൾ എല്ലാം വിരോധിച്ചു നിന്നു, കൽപ്പന പറഞ്ഞപ്പോൾ എല്ലാം അനുസരിച്ചു. ഇതായിരുന്നില്ലേ നിങ്ങളുടെ ജീവിത രീതി? എന്തെല്ലാം ഓർമ്മിക്കുവാനുണ്ട് ഖദീജത്തുൽ കുബ്രയെക്കുറിച്ച്. 2020 പരിശുദ്ധ റമദാനിലെ ഈ സമയത്ത് നാം അനുസ്മരിക്കുമ്പോൾ ഖദീജത്തുൽ കുബ്രയെ ഓർക്കാതെ നമസ്കരിക്കാൻ കഴിയുമോ നമുക്ക്? ഖദീജത്തുൽ കുബ്രയെ ഓർക്കാതെ നമുക്ക് ഏതെങ്കിലും ഒരു നന്മ ചെയ്യാൻ കഴിയുമോ? എന്തുകൊണ്ട്? വഅവ്വലു മൻ സ്വല്ലൈന ഖൽഫ മുഹമ്മദി വഗൈറുകി ലം യറഫ്ന ളുഹ്റൻ വലാ അസ്റാ. ഖദീജ ബീവി ലോകത്തുള്ള മറ്റാർക്കും ളുഹ്റേത്, അസ്റേത്, ഫർളായ നമസ്കാരമേത് എന്ന് പോലും അറിയാത്ത ഒരു കാലത്ത് മുഹമ്മദ് മഹാപ്രവാചകരുടെ പിറകിൽ വെച്ച് നിങ്ങൾ നമസ്കരിച്ചിരുന്നില്ലേ ഖദീജ ബീവി? അതെ, ആദ്യത്തെ രാത്രിയിൽ തന്നെ സയ്യിദുന നബിയെ 2 റക്അത്ത് നമസ്കരിക്കുന്ന രീതി ജിബ്രീൽ മലാക അഭ്യസിപ്പിച്ചിരുന്നു. അതിന്റെ പ്രാക്ടീസ് തന്റെ വീട്ടിൽ വെച്ച് ഖദീജയുടെ അടുത്ത് വെച്ച് നിർവഹിച്ചപ്പോൾ സത്യസാക്ഷ്യം വരിച്ച സയ്യിദത്തുന ഖദീജത്തുൽ കുബ്ര തിരുനബിയുടെ പുറകിൽ അണിചേർന്നുകൊണ്ട് ആദ്യമായി മഅ്മൂമത്തായി നമസ്കരിച്ചത് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ആയിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം
സത്യസാക്ഷ്യം സ്വീകരിച്ച സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് എന്ന വളർത്തുപുത്രൻ തന്റെ മറുമകൻ അതെ ഖദീജ ബീവിയുടെ കൂടെ നമസ്കാരത്തിൽ ഓരം ചേർന്ന് നിന്നിരുന്നു. ലോകത്ത് നമുക്കാർക്കും സഹാബിമാർക്കാർക്കും ളുഹ്റും നമസ്കാരവും അസ്ർ നമസ്കാരവും എന്താണെന്നറിയാത്ത കാലത്ത് പോലും മുഹമ്മദീയ വ്യക്തിത്വത്തിന്റെ പുറകെ നിന്നുകൊണ്ട് അണിചേർന്ന് നമസ്കരിച്ചിട്ടില്ലേ ഭവതി നിങ്ങൾ? വഅശർതി ഖൈറർ റുസുലി 20 ഹജ്ജതൻ വബിദ്ഇ സിനീന ലം യുലാഖി ബിഹാ ഉസ്റാ. ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി, ശാരീരികമായി എല്ലാ രംഗത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്തോഷിപ്പിച്ച ഭവതിയാണ് ഖദീജത്തുൽ കുബ്ര. 25 വർഷം, അതെ കൃത്യമായി പറഞ്ഞാൽ 24.5 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായി കുടുംബ ജീവിതത്തിലെ സഹധർമ്മിണിയായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആ കാലഘട്ടത്തിൽ ഒരു ദിവസം പോലും തിരുനബി മുഹമ്മദ് എന്ന ആരോഗ്യവാനായ ആൾ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മറ്റൊരു വിവാഹവും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ 65-ാമത്തെ വയസ്സിൽ വൃദ്ധയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിരിഞ്ഞു പോകുന്ന ദിവസം വരെ മറ്റൊരു വിവാഹം റസൂലുള്ളാഹി ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല ചിന്തിച്ചിട്ട് പോലുമില്ല. 25 വർഷം, 24.5 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അതിലുള്ള പ്രത്യേകത എന്താണ്? ഒരിക്കലെങ്കിലും പിണങ്ങിയതായോ എന്തെങ്കിലും ഒരു അനൈക്യമോ അഭിപ്രായ വ്യത്യാസമോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഖദീജ ബീവിക്ക് ഉണ്ടായതായി ചരിത്രം പറയുന്നില്ല. വഅശർതി ഖൈറർ റുസുലി 20 ഹജ്ജതൻ വബിദ്ഇ സിനീന ലം യുലാഖി ബിഹി ഉസ്റാ. ആ 25 വർഷ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ഭർത്താവായ തിരുനബിക്ക് ഉണ്ടാക്കാൻ ബീവി ഖദീജത്തുൽ കുബ്ര നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതായത് നിങ്ങൾ അതിനൊന്നും മുതിർന്നിട്ടില്ല. ഇത് ലോക ചരിത്രത്തിലെ, ദാമ്പത്യ ലോക ചരിത്രത്തിലെ റെക്കോർഡാണ്. മറ്റു പത്നിമാർക്ക് പോലും കഴിയാത്ത, തിരുനബിയുടെ ഭാര്യമാർ പോലും കാണിക്കാത്ത ഈ ഒരു സുശാലീന സൗന്ദര്യഭാവം അതേ തിരുനബി തങ്ങൾ എന്തുമാത്രം ആശ്വസിച്ചു. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ഖദീജ ബീവിയുടെ ആ ആലിംഗനത്തിൽ നിന്ന് അതേ വകം ലാഖിയൽ മുഖ്താറു ബഅദകി മിൻ അനാ ഹുമൂമുൻ ബിഅമിൽ ഹുസ്നി ഖദ് അഖ്ബലത് തത്റാ. 25 വർഷക്കാലത്തെ, കാൽനൂറ്റാണ്ട് കാലത്തെ അങ്ങയുടെ ആ ദാമ്പത്യ കൂട്ടുകെട്ട് സുരക്ഷയായിരുന്നു. എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായി സമ്പന്നയായിരുന്ന, വർത്തക പ്രമുഖിയായിരുന്ന, മക്കയിലെ കുലീനവതിയായിരുന്ന ഖദീജ ബീവിയുടെ സ്വത്ത് മുഴുവൻ റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചു. തന്റെ ശരീരത്തെ മുഴുവൻ റസൂലുള്ളാഹിക്ക് സമർപ്പിച്ചു. റസൂലുള്ളാഹിക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ച സന്താനങ്ങളെ ഫാത്തിമത്തു സഹ്റ മുതൽ സൈനബിനെയും റുഖിയ്യയെയും ഉമ്മു കുൽസൂമിനെയും അബ്ദുല്ലാഹിയെയും എല്ലാവരെയും സയ്യിദുനാ റസൂലുള്ളാഹിയുടെ മക്കളെ പ്രസവിക്കുവാനുള്ള ഭാഗ്യം ഖദീജത്തുൽ കുബ്രക്കാണുണ്ടായത്. ആ മഹത്തായ ജീവിതം 65-ാമത്തെ വയസ്സിൽ അതേ ഹിജ്റയുടെ 3 വർഷം മുൻപ് പരിശുദ്ധ മക്കയിൽ സ്വവസതിയിൽ അവർ നിര്യാതയായപ്പോൾ, വഫാത്തിന്റെ സന്ദർഭമായപ്പോൾ തന്റെ പെൺമക്കളെ അണച്ചുകൂട്ടി ചേർത്ത് പിടിച്ച് ഖദീജത്തുൽ കുബ്ര കരയുന്നുണ്ട്. വിരഹത്തിന്റെ വേദന ഖദീജ ബീവി മനസ്സിലാക്കിയിട്ടുണ്ട്. ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി മനോഹരമായി അത് ആവിഷ്കരിച്ചിട്ടുണ്ട്. മക്കളെല്ലാവരും തങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖത്ത് നോക്കി ദുഃഖത്തിന്റെ ഖനീഭവിച്ച ഭാവം കണ്ടപ്പോൾ എന്തു പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തിരുനബി മുഹമ്മദിൽ നിന്നും താൻ ഗർഭം ചുമന്ന് പ്രസവിച്ച് വളർത്തിയ ഫാത്തിമയെയും സൈനബിനെയും റുഖിയ്യയെയും ഉമ്മു കുൽസൂമിനെയും അണച്ചുകൂട്ടി പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മക്കളെ എനിക്ക് പോകാൻ സമയമായി എന്നെനിക്ക് തോന്നുന്നു. അള്ളാഹുവിന്റെ വിളി കേട്ട് ഉത്തരം ചെയ്ത് ഞാൻ യാത്രയാവുകയാണ്. എനിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയ്ക്ക് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞു, അവർക്ക് വേണ്ടി ത്യാഗം വരിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ കരയുന്നത് മറ്റൊന്നും ഓർത്തിട്ടല്ല. മരണത്തോട് എനിക്ക് അശേഷം ഭയമില്ല, പക്ഷേ മറ്റൊന്നുമല്ല. എന്റെ കാലശേഷം തിരുനബി മുഹമ്മദിനെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെ എന്നെപ്പോലെ കാത്തരുളാൻ, സംരക്ഷിക്കാൻ ആരുണ്ടാകും ഇനി ഈ ലോകത്ത്? ഇതാണ് എന്റെ സങ്കടം. തന്നെയുമല്ല,
ഈ മഹത്തായ ധർമ്മ പ്രസ്ഥാനത്തെ തിരുനബി മുഹമ്മദ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, നട്ടു വളർത്തി വലുതാക്കി സർവേശ്വരനായ അള്ളാഹുവിന്റെ കടാക്ഷത്തോടെ ഈ പ്രസ്ഥാനം പൂത്തുലഞ്ഞ് വളർന്നു വലുതായി ഈ പരിശുദ്ധ മക്കയിൽ പരിലസിക്കുമ്പോൾ, അന്ന് ആ സന്തോഷ നിമിഷങ്ങളിൽ നിങ്ങളുടെ ഉപ്പയുടെ പ്രിയപ്പെട്ട ആ സന്തോഷമുള്ള മുഖത്തെ കാണാനുള്ള ഭാഗ്യം, അന്നത്തെ ആ സന്തോഷത്തിൽ പങ്കാളിയാകാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് മക്കളെ ഞാൻ ഇന്ന് കരയുന്നത് എന്ന് ദീർഘവീക്ഷണം ചെയ്ത ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. അതെ, ഖുറൈശി കശ്മലന്മാർ 3 വർഷത്തോളമാണ് ഷിയാബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, എല്ലാ അർത്ഥത്തിലും ബഹിഷ്കരിച്ച് കുടുംബത്തെ ഒന്നാകമാനം ബനു ഹാഷിമിനെ ഒറ്റയ്ക്ക് താമസിപ്പിച്ചു. ആ 3 വർഷത്തെ കെടുതിയുള്ള ജീവിതത്തിലാണ് ഖദീജത്തുൽ കുബ്രായുടെ ശരീരം വല്ലാതെ തളർന്നുപോയത്. ആ 3 വർഷത്തെ ബഹിഷ്കരണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെയാണല്ലോ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ വഅർളാഹ, ഖദീജ ബീവി ഇഹലോകവാസം വെടിഞ്ഞത്. അതിനുശേഷം എന്തായിരുന്നു തിരുനബി തങ്ങളുടെ മാനസികാവസ്ഥ? ഖദീജ പോയതിൽ പിന്നെ റസൂലുള്ളാഹി എന്തുമാത്രം വ്യസനങ്ങൾ സഹിച്ചു. വകം ലാഖിയൽ മുഖ്താറു ബഅദകി മിൻ അനാ ഹുമൂമും ബിഅമിൽ ഹുസ്നി ഖദ് അഖ്ബലത് തത്റാ. അനവരതം നിരന്തരമായി കടന്നു വന്ന ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥകൾ അങ്ങ് വേർപെട്ടു പോയതിനു ശേഷം മുഖ്താറായ റസൂലുള്ളാഹി എത്രമാത്രം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയാണ് ത്വായിഫിലേക്കുള്ള യാത്രയെല്ലാം അതിന്റെ ശേഷമാണ്. എല്ലാ ദുഃഖ പര്യവസാന സംഭവങ്ങളിലും തിരുനബി തളർന്നിട്ടില്ല. തിരുനബിക്ക് താങ്ങായി അള്ളാഹു ഉണ്ടായിരുന്നു. വലാകിന്ന സദ്റൽ മുസ്തഫ ലം യളിഖ് ബിഹാ ഫഖാബലഹാ ബിൽ ഹിൽമി വദറഅ സദ്റാ. മുസ്തഫായ തിരുനബിയുടെ നെഞ്ചകത്തിന് ഒരൽപ്പം പോലും കുലുക്കം സംഭവിച്ചിട്ടില്ല. ആ സമയത്തെല്ലാം നിങ്ങളെ ഓർത്തുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് സയ്യിദുന നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. അതിനുശേഷമുള്ള ഓരോ നിമിഷങ്ങളിലും തിരുനബിക്ക് 63-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിയുന്നത് വരെ ദിവസത്തിലും മണിക്കൂറുകളിലും ഖദീജത്തുൽ കുബ്രയെ പറയാതെ, അറിയാതെ, അനുസ്മരിക്കാതെ, അറിയിക്കാതെ, പുകഴ്ത്താതെ, പ്രശംസിക്കാതെ തിരുനബിയുടെ പകൽ രാത്രികൾ കടന്നുപോയിട്ടില്ല. വവല്ലാ വഫിയൻ സയ്യിദുർ റുസുലി ദാകിറൻ വിദാദകി ഫിൽ അസ്ഹാബി ഹത്താ ഖദൽ ഉംറാ. ജീവിതാവസാനം വരെ തന്റെ സഹഗാമികളോടും സഹകാരികളോടുമെല്ലാം ഖദീജത്തുൽ കുബ്ര ചെയ്ത നന്മകളും പുണ്യങ്ങളും വാതോരാതെ വാചാലനായി എണ്ണിപ്പറഞ്ഞ് സയ്യിദുർ റുസുലായ പ്രവാചകർ നിങ്ങളോട് കടപ്പാട് പുലർത്തിയിട്ടില്ലേ ഖദീജ? അതായിരുന്നില്ലേ തിരുനബിയുടെ ജീവിതം? ഖദീജയുടെ ശബ്ദത്തോട് സദൃശ്യമുള്ള ഖദീജയുടെ സഹോദരൻ വന്നപ്പോൾ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ദക്കർതനാ ഖദീജ. ഖദീജ ബീവിയുടെ ശബ്ദം കേട്ടപ്പോൾ, ഖദീജ ബീവിയോട് സദൃശ്യമായ ഒരു ശബ്ദം കേട്ടപ്പോൾ തിരുനബി വല്ലാതെ ആയിട്ടുണ്ട്. മറ്റൊരു സഹോദരി, വൃദ്ധയായ ഒരു യാചക സ്ത്രീ തിരുനബിയുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ബീവി പറയുന്നുണ്ട്, റസൂലുള്ളാഹി വല്ലാതെ അവരെ സ്വീകരിച്ചു. അവർക്ക് തന്റെ മുണ്ട്, തന്റെ പവിത്രമായ ഉത്തരീയം വിരിച്ചു കൊടുത്തുകൊണ്ട് ഇരുത്തി സംസാരിച്ചു. കൈഫ അൻതി ബഅദന. ഈ വൃദ്ധയായ പെണ്ണിനോട് എന്തിനാണ് ഇത്രമാത്രം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭാവം കാണിക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ആയിഷ ബീവി ചോദിച്ചു, എന്താണിതു കാര്യം? ആരാണിവർ എന്ന് ചോദിച്ചപ്പോൾ തിരുനബി എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് കടപ്പാടുകൾ പുലർത്തണമെന്ന് ലോകത്തെ അനുഭവത്തിലൂടെ പഠിപ്പിച്ച ഖദീജത്തുൽ കുബ്ര പറഞ്ഞത്, ആയിഷ, ഈ ഉമ്മ ആരാണെന്ന് നിനക്കറിയുമോ? അതേ, സയ്യിദത്തുൻ കാനത്ത് ഇതീന അയ്യാമ ഖദീജ. ഖദീജയുടെ കൂടെ ഞാൻ വസിക്കുന്ന കാലത്ത് ഖദീജ ബീവിയുടെ നാളുകളിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരാറുള്ള ഒരു പെണ്ണായിരുന്നു ഇവർ. അന്ന് ഖദീജയ്ക്ക് ഇവരോട് വലിയ സ്നേഹമായിരുന്നു. അതെല്ലാം ഓർത്തുകൊണ്ട് ആയിഷ ബീവിയുടെ കൂടെ നിന്ന് സ്മൃതി പദങ്ങളിൽ ഓർമ്മകൾ വെച്ചുകൊണ്ട് കരഞ്ഞ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര അനുഭവങ്ങളുണ്ട്. അബ്ദുൽ ഖാദിർ ഖറദ് ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല ചരിത്രത്തിന്റെ ഓർമ്മകളിൽ നിന്ന്. ഇദാ ദുകിറത് യൗമൻ ഖദീജത ഇൻദഹു
തനഹാദ മുഷ്താഖൻ വഅജബഹുൽ ഇത്റാ. ഏതെങ്കിലും ഒരു നാൾ ഖദീജത്തുൽ കുബ്രയെ അനുസ്മരിക്കാൻ തിരുനബിയുടെ അടുക്കൽ ആരെങ്കിലും വന്നാൽ, ഏതെങ്കിലും വിധത്തിൽ ഖദീജ ബീവിയുടെ ഓർമ്മകൾ പരാമർശം കൊണ്ടോ ചിന്തകൾ കൊണ്ടോ കടന്നു വന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നഷ്ടപ്പെട്ടുപോയ ആ പ്രണയ നാളുകളുടെ ഓർമ്മകളിലേക്ക് പോയി വല്ലാതെ വിഹ്വലനാകും. പ്രണയം, സ്നേഹം പുറത്തേക്ക് തുളുമ്പി വരും എന്ന് മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം സന്തോഷിപ്പിച്ചു ഖദീജത്തുൽ കുബ്ര, അതിനു മാത്രം ഖദീജ ബീവിയെ അങ്ങോട്ട് പുകഴ്ത്താനും പ്രശംസിക്കാനും ആര് ഖദീജ ബീവിയെ ഗുണം പറഞ്ഞാലും തിരുനബിക്ക് അത് വല്ലാത്ത ആനന്ദമായിരുന്നു. ഒരിക്കൽ ചരിത്രപരമായി ഉണ്ടായ ഒരു ഓർമ്മയുണ്ട്. കവി തന്നെ പറയട്ടെ: വഈശത്തുൻ ലമ്മദ്ദഅത് അഫ്ളലിയതൻ തഗയ്യറ വജ്ഹുൽ മുസ്തഫ തുഹിരി വഹ്മറ. ഒരു ദിവസം ഖദീജത്തുൽ കുബ്രയെ വല്ലാതെ അങ്ങ് പുകഴ്ത്തി പറഞ്ഞു തിരുനബി. അപ്പോഴേ ആയിഷ ബീവി അറിയാതെ പറഞ്ഞുപോയി: തിരുനബിയെ, കാലയവനികക്കുള്ളിൽ മറഞ്ഞുപോയ ആ വൃദ്ധയായ സ്ത്രീയെ എന്തിനാണ് അങ്ങ് ഇത്രമാത്രം പറയുന്നതും ഓർക്കുന്നതും സ്മരിക്കുന്നതും? ഖദ് അബ്ദലക്കല്ലാഹു ഖൈറൻ മിൻഹാ. ആയിഷ ബീവി അറിയാതെ പറഞ്ഞുപോയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം പിടിച്ച വാക്കാണ്. ഖദീജയേക്കാൾ പവിത്രകളായ ഉത്തമതികളായ പലരെയും അല്ലാഹു തആല നിങ്ങൾക്ക് സമ്മാനമായി പകരമായി തന്നിട്ടില്ലേ നബിയെ? ഇതായിരുന്നു ആയിഷയുടെ ചോദ്യം. അതൊരു കുസൃതി ചോദ്യമായി പോയി. പക്ഷേ തിരുനബിയുടെ അവസ്ഥയാകെ മാറി. ആയിഷ ബീവി പറയുന്നുണ്ട്: എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല. തഗയ്യറ വജ്ഹുൽ മുസ്തഫ. മുസ്തഫായ തിരുനബിയുടെ മുഖം വിവർണമായി, ഞരമ്പുകൾ എടുത്തു തുടിച്ചു. ചുമന്ന കളറിലേക്ക് തന്റെ മുഖം കോപവും വിഷമവും അതോടൊപ്പം ദുഃഖസ്മൃതിയും. ആയിഷ ബീവിക്ക് മനസ്സിലായി, ഇത് തന്റെ പ്രിയതമന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നാവുകൊണ്ട് തന്നെ പ്രകടിപ്പിച്ചു റസൂലുള്ളാഹി: ആയിഷ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. വല്ലാഹി മാ അബ്ദലനില്ലാഹു ഖൈറൻ മിൻഹാ. അല്ലാഹുവാണ്, ഒരുവനാണ് സത്യം. ഖദീജയേക്കാൾ ഉത്തമതിയായ ഒരുവളയും അല്ലാഹു തആല എനിക്ക് പിന്നീട് തന്നിട്ടില്ല. നീ അത് ഓർക്കണം. ഇല്ല, നിങ്ങൾ ആരും ഖദീജയോളം എത്തുകയില്ല. തുടർന്ന് ഖദീജ ബീവിയുടെ മഹത്വങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായെ കുറിച്ച് 1000 വന്ദനങ്ങൾ, ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് റസൂലുള്ളാഹി പറയാൻ തുടങ്ങി. അന്ന് മുതലാണ് ആയിഷ ബീവി പറഞ്ഞത്: ഇല്ല തിരുനബിയെ, ഇതെനിക്ക് പാഠമാണ്. ഇനി ഒരിക്കലും എന്റെ വാക്കിൽ നിന്നും ചിന്തയിൽ നിന്നും ഖദീജയെ ചെറുതാക്കുന്ന ഒന്നുമേ കടന്നു വരികയില്ല എന്ന് കട്ടായമായി സത്യം ചെയ്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തിരുനബിയോട് സംസാരിച്ച ശേഷമാണ് റസൂലുള്ളാഹി സാധാരണ ഗതിയിലേക്ക് വന്നത്. എന്നല്ല, ഖദീജത്തുൽ കുബ്രയുടെ ആത്മാവിനോട് സമ്മതമെടുക്കണമെന്ന് വരെ പറഞ്ഞതായും അവരോട് ക്ഷമാപണം നടത്തണമെന്ന് പറഞ്ഞതായുമൊക്കെ നിവേദനങ്ങളിൽ കാണുന്നുണ്ട്. അതായിരുന്നു ഓർമ്മയുടെ മറ്റൊരു സ്മൃതിപദം മഹാകവി കൊണ്ടുവരുന്നു ചരിത്രത്തിൽ നിന്ന്. വശാഹദ ഫീ ബദരിൻ ഖിലാദത സൈനബി വഖദ് അർസലത്ഹാ തഫ്തദി الزوج ഫിൽ അസ്റാ. ബദർ പടക്കളത്തിൽ തിരുനബി ജയിച്ചു. 70ഓളം ഖുറൈശികൾ ചരിത്രമായി മാറി. 70ഓളം തടവുപുള്ളികളെ മദീനയിൽ കൊണ്ടുവന്നു. ബദറുൽ കുബ്രയിൽ തിരുനബി വല്ലാതെ സന്തോഷിച്ചു. അതിൽ പിടിക്കപ്പെട്ട തടവുപുള്ളികളിൽ ഒരാൾ മറ്റാരുമായിരുന്നില്ല, തിരുനബിയുടെ മറ്റൊരു പുത്രി ബീവി സൈനബ് അൽ കുബ്രയുടെ പ്രിയപ്പെട്ട ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ ആയിരുന്നു തന്റെ മരുമകൻ. പക്ഷെ അയാൾ ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടില്ല. ഖുറൈശികളുടെ കൂടെ തിരുനബിയുടെ സൈന്യത്തോട് എതിർക്കാൻ അബൂജഹിൽ പ്രഭൃതികൾ നിർബന്ധിച്ചതിന്റെ പേരിൽ പ്രലോഭനത്തിൽപ്പെട്ട് ബദറിലേക്ക് അബുൽ ആസ് എന്ന തന്റെ മകളുടെ ഭർത്താവും കടന്നു വന്നിരുന്നു. നാം അറിയണം ഈ ചരിത്രം. തിരുനബിയുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹ തുടക്കത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഭർത്താവ് ബദർ യുദ്ധം വരെയും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നറിയുമ്പോൾ ഇസ്ലാം സ്വീകരിക്കാത്ത ഭർത്താവിന്റെ കൂടെ പ്രവാചകരുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് അൽ കുബ്ര റളിയല്ലാഹു അൻഹ ഭാര്യയായി ജീവിച്ചു. ഇതാണ് ഇസ്ലാമിന്റെ പ്രവാചകന്റെ സൗഹാർദ്ദ നയം.
ഇതും നാം അറിയണം. ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവു പുള്ളികളുടെ കൂട്ടത്തിൽ ഒരാളാണ് തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ എന്ന സമ്പന്നനായ വ്യവസായി. റസൂലുള്ളാഹി സ്വാഭാവികമായും എല്ലാ തടവു പുള്ളികളോടും പറയുന്ന വ്യവസ്ഥ അദ്ദേഹത്തിന്റെ മോചനത്തിനു മുൻപോട്ട് വെച്ചു. മോചന ദ്രവ്യം തന്നാൽ വിട്ടയക്കാം, ആരെയും ഉപദ്രവിച്ചില്ല. മോചനദ്രവ്യം പണമായി നൽകാൻ കഴിയാത്തവർക്ക് മദീനയിലുള്ള ബാലന്മാരെ അക്ഷരാഭ്യാസം പഠിപ്പിക്കാൻ തിരുനബി ഏൽപ്പിച്ചതായി ചരിത്രത്തിലുണ്ട്. അക്ഷരാഭ്യാസം പഠിപ്പിക്കുക വഴി മോചനദ്രവ്യമായി അറിയുന്നവരുടെ അറിവിനെ പ്രയോജനപ്പെടുത്തിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഖുറൈശികളായ അമുസ്ലിം അധ്യാപകരെ വെച്ച് മദീനയിലെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതനിരപേക്ഷതയുടെ സന്ദേശം. എന്തുമാകട്ടെ, സൈനബ് എന്ന തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവ് അബുൽ ആസിന് മോചനം ലഭിക്കണമെങ്കിൽ മോചനദ്രവ്യം വേണം. അതേ കൊടുത്തയച്ചു. മൂത്ത മകളായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. തന്റെ ഭർത്താവിനെ മോചിപ്പിക്കുവാനുള്ള മോചനദ്രവ്യം വലിയ സംഖ്യയാണ്, വലിയ സ്വർണ്ണ നാണയങ്ങളുടെ കെട്ടാണ്. കൊടുത്തയച്ചു സൈനബ്. കാരണം സൈനബിന് തന്റെ ഭർത്താവിനെ തിരിച്ചു ലഭിക്കണം. എല്ലാം കൊടുത്തയച്ചു. ആ മോചനദ്രവ്യം മദീനത്തെ പള്ളിയുടെ മുമ്പിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ തുറന്നു വെച്ചപ്പോൾ അതിൽ കാണുന്നത് എന്തായിരുന്നു എന്നല്ലേ? ആ ഓരോ ആഭരണങ്ങളും തന്റെ സ്വന്തം മകളാണ് കൊടുത്തയച്ചത്. സൈനബ് റളിയല്ലാഹു അൻഹ ഖദീജയുടെ മൂത്ത മകളാണ്. ഓർക്കാതിരിക്കാൻ പറ്റുമോ ആ പ്രവാചകർക്ക്? മറക്കാൻ കഴിയുമോ തിരുനബിക്ക്? വശാഹദ ഫീ ബദ്രിൻ ഖിലാദത സൈനബി വഖദ് അർസലത്ഹാ തഫ്തദി الزوج ഫിൽ അസ്റാ. തടവു പുള്ളികളിൽ അകപ്പെട്ട ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകൾ അബുൽ ആസ് ഇബ്നു റബീഅയുടെ പ്രിയപ്പെട്ട ഭാര്യ സൈനബ് കൊടുത്തയച്ച ദ്രവ്യങ്ങളിൽ, സ്വർണ്ണാഭരണങ്ങളിൽ എടുത്തു നോക്കിയപ്പോൾ ഒരു ഖിലാദയുണ്ട്, ഒരു താലി, ഒരു സ്വർണത്തിന്റെ മനോഹരമായ താലി. ആ താലി തിരുനബി തങ്ങൾ കൈകൊണ്ടെടുത്തുയർത്തിയപ്പോൾ പെട്ടെന്ന് ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. ഈ സ്വർണത്താലി അതിന്റെ ചരിത്രം എന്താണെന്നല്ലേ? തന്റെ മൂത്ത പുത്രി സൈനബിനെ വിവാഹം ചെയ്തയച്ചപ്പോൾ അബുൽ ആസ് ഇബ്നു റബീഅ എന്ന സുശീലനായ സൽസ്വഭാവിയായ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് കൂട്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഖദീജത്തുൽ കുബ്രയുടെ കഴുത്തിൽ അണിഞ്ഞ മനോഹരമായ ആ സ്വർണത്താലി അഴിച്ചെടുത്ത് തന്റെ മകൾ സൈനബിന് കൊടുത്തതായിരുന്നു. അന്ന് പതിറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെ ഓർമ്മകൾ തിരുനബിയുടെ മനസ്സിലേക്ക് വന്നു. തന്റെ പ്രിയതമയായ ഖദീജത്തുൽ കുബ്ര എന്ന സ്വർഗീയ വനിതയുടെ നെഞ്ചിൽ എന്നും തിളങ്ങി നിന്ന ഈ സ്വർണത്താലി ഇപ്പോഴിതാ തന്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഖദീജയുടെ വൈക്കല്ല. ഖദീജ ഇത് സമ്മാനിച്ചത് ഏതൊരു പൊന്നുമോൾക്കായിരുന്നോ ആ മകൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്വർണത്താലി കൊടുത്തയച്ചിരിക്കുന്നത്. അത് കണ്ടതോടുകൂടി സയ്യിദുന റസൂൽ സ്നേഹം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ച അനുഭവത്തിന്റെ ഗുരു ഫറഖാലഹാ സാലത്ത് മിനദ്ദംഇ ഐനുഹാ ശരീഫത്തു ലമ്മാ ഹറക്കത് ഖൽബുഹു ദിക്റാ. ആ സ്വർണത്താലി തന്റെ പ്രിയപ്പെട്ട മകൾ സൈനബ് അവരുടെ ഭർത്താവിന്റെ മോചനത്തിന് വേണ്ടി കൊടുത്തയച്ച സ്വർണത്താലി ഖദീജയുടെ കഴുത്തിൽ കണ്ടത് ഓർമ്മയുണ്ട്. പിന്നീടാണ് സൈനബയുടെ കഴുത്തിൽ അത് കണ്ടത്. തിരുനബി കരയാൻ തുടങ്ങി. തിരുനബി നെടുവീർപ്പിട്ടുകൊണ്ട് വേദനയുടെ ഓർമ്മകളിലേക്ക് യാത്രയായി. സയ്യിദുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദനയും ദുഃഖവും കണ്ട സഹാബിമാർ ഉടനെ തന്നെ പറഞ്ഞു, തിരുനബിയെ, നമുക്ക് ഈ താലി അവർക്ക് തന്നെ കൊടുത്തയച്ചുകൂടെ? റസൂലുള്ളാഹിക്കും അത് തന്നെയായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. അതിൽ നിന്ന് ഒരു നാണയം പോലും തിരുനബി എടുക്കാതെ തന്റെ സഖാക്കൾക്കെല്ലാം സമ്മതമാണെന്നറിഞ്ഞപ്പോൾ സൈനബിന് തന്നെ അത് കൊടുത്തയച്ചു. ഖദീജ ബീവിയുടെ നെഞ്ചത്തണിഞ്ഞ താലി കണ്ടപ്പോൾ മനസ്സുരുകിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ തടവു പുള്ളിയായിരുന്ന ഖുറൈശികളുടെ കൂടെ വന്ന അന്ന് അമുസ്ലിമായിരുന്ന അബുൽ ആസ് ഇബ്നു റബീഅ മക്കയിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇസ്ലാമാകാൻ നിർബന്ധിക്കുന്നില്ല, പ്രലോഭിപ്പിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇതാണ് പ്രവാചകൻ. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞ് കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അബുൽ ആസ് ഇബ്നു റബീഅന് മനസ്സ് മടങ്ങുന്നത്, ഇസ്ലാമിന്റെ ബോധ്യത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം പിന്നീടാണ്
ഒരു ദിവസം മദീനയിൽ വന്ന് സൈനബിന്റെ റൂമിൽ അഭയം തേടി ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. അബുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ അങ്ങനെയാണ്. എങ്കിൽ ആ ഖദീജ ബീവിയുടെ കഴുത്തിലണിഞ്ഞ താലിയെ, കല്യാണമാലയെ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂല്യം കൽപ്പിച്ചു. അതുകൊണ്ട് ഫഹുബ്ബൂക്കി, ഖദീജ ബീവിയോട് ഇന്നത്തെ റമദാനിലെ 10 നമുക്ക് പറയാം, നേരിട്ട് സംബോധിക്കാം. ഫഹുബ്ബൂക്കി ഫീ ഖൽബിൻ നബിയ്യി മുമക്കനുൻ ഹനീഅൻ ഫഖദ് ഹുസ്തി സ്സഅദത വൽ ഫഖ്റ. ഭവതി ഖദീജത്തുൽ കുബ്ര, തിരുനബിയുടെ ഹൃദയത്തിനകത്ത് നിങ്ങളോടുള്ള സ്നേഹം അത്രയും ആഴത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവിധ അന്തസ്സും സൗഭാഗ്യവും നിങ്ങൾ നേടിയെടുത്തത്. നിങ്ങൾക്ക് മംഗളം, 1000 മംഗളം. അതുകൊണ്ട് അബ്ദുൽ ഖാദിർ ഖർദ് പറയുന്ന ഒരു വല്ലാത്ത വാക്കുണ്ട്. ഖദീജ ബീവിയോട് റസൂലുള്ളാഹി കാണിച്ച ഈ ഹൃദയ സ്നേഹം, ഈ ആത്മബന്ധം പിന്നീട് പോയോ, നഷ്ടപ്പെട്ടു പോയോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അരിഖതുഹു ഹാദിൻ തഹത് ബഅദ മൗതിഹി അലം യകു ഫിദ്ദുനിയാ റഹീമൻ വഫിൽ ഉഖ്റാ. ബീവി ഖദീജ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതൃമഹി, നിങ്ങളോട് തിരുനബി അന്ന് കാണിച്ച ആ സ്നേഹ വാത്സല്യങ്ങൾ ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല ഇന്നും. കാരണം തിരുനബി തങ്ങൾ ഇഹലോകത്തും കാരുണ്യവാരിധിയാണ്, പരലോകത്തും കരുണാമയനാണ്. അതുകൊണ്ട് ആ സ്നേഹം തിരുനബിയിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോഴുമുണ്ട്, അന്നുമുണ്ട്, എപ്പോഴുമുണ്ട്. തിരുനബി തങ്ങളിൽ നിന്ന് നിങ്ങൾ ആർജിച്ചെടുത്ത, കീഴടക്കിയ ആ മഹബത്തിനെ മുൻപിൽ വെച്ചുകൊണ്ട് ഖദീജ ബീവി ഇന്നും എന്നും ഞങ്ങൾ പറയുന്ന ഒരു വാക്ക്, അബ്ദുൽ ഖാദിർ ഖർദ് എന്ന അനുഗ്രഹീതനായ മഹാത്മാവ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഇന്ന് നമുക്ക് പറയാം. ഫഹയ്യദ്കുരീനാ ഇൻദഹു ഫലഅല്ലന നറാ വജ്ഹഹു മിൻ ഖബ്ലി അൻ നദ്ഖുലൽ ഖബ്റ. ബീവി ഖദീജ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് തിരുനോട്ടം കൊണ്ട് കടന്നു വരൂ. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുന്നു. ദയവുണ്ടായി തിരുനബിയുടെ അടുത്തേക്ക് പോയി ഞങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ശുപാർശ നടത്തൂ. ഞങ്ങൾക്ക് മരണമടയുന്നതിനു മുൻപ് ഈ ഇഹലോക ജീവിതത്തിൽ വെച്ചു തന്നെ തിരുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുണ്യവദനം ഒന്ന് കാണുവാനുള്ള സൗഭാഗ്യം ഒരിക്കലല്ല, പല പ്രാവശ്യം, സ്വപ്നത്തിലല്ല, യഖ്ളത്തിൽ തന്നെ ആ സൗഭാഗ്യം ഞങ്ങൾക്കുണ്ടാകണമെന്ന തേട്ടമാണ് നിങ്ങളെ മുൻനിർത്തി ഖദീജത്തുൽ കുബ്ര ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഹനാനൈകി യാ ഉമ്മാഹു ഹയ്യദ്ഖുലീ ബിനാ അലൽ മുസ്തഫാ ഖൂലി ലഅല്ലാ ലഹു ഉസ്റാ. ഖദീജത്തുൽ കുബ്ര, നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്ന് മുസ്തഫായ തിരുനബിയുടെ അടുത്തേക്ക് ഞങ്ങളെയും കൂട്ടി ഒന്ന് പ്രവേശിക്കൂ. നിങ്ങൾ പറയൂ ഖദീജ ബീവി നിങ്ങളുടെ പ്രിയതമനോട് ഞങ്ങളോട് മാപ്പ് തരാൻ. ഞങ്ങൾ പാപികളാണ്, തെറ്റുകാരാണ്. ഞങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി തിരുനബിയുടെ അടുത്തൊന്ന് പോയി നിങ്ങൾ പറയൂ ഖദീജ ബീവി. ഫമൻ ജാഅഹു മിൻ ബാബിക്കും ലാ യറുദ്ദുഹു വയുഫീ ലഹു കൈലൻ വയുഅ്ളിം ലഹു അജ്റാ. ഖദീജ, നിങ്ങളുടെ വാതിലിലൂടെയാണ് ഞങ്ങൾ മുസ്തഫായ നബിയുടെ അടുത്തേക്ക് പോകുന്നത്. മുസ്തഫായ നബി എന്ന ബാബുൽ മുസ്തഫയാണ് നിങ്ങൾ എങ്കിൽ മുസ്തഫായ തിരുനബിയാണ് അള്ളാഹുവിലേക്ക് കടന്നു പോകാനുള്ള മനുഷ്യവംശത്തിന്റെ, ലോകങ്ങളുടെ മുഴുവൻ വാതിൽ. ആ കവാടത്തിലേക്ക് നിങ്ങളെയാണ് ഞങ്ങൾ കവാടമാക്കി സ്വീകരിക്കുന്നത്. നിങ്ങളാകുന്ന ആ കവാടത്തിലൂടെ ഞങ്ങൾ റസൂലുള്ളാഹിയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങൾ തോറ്റുപോവുകയില്ല. അതുകൊണ്ട് ഫയാ ഉമ്മ അഹ്ലിൽ ബൈത്തി ജൂദീ ബിനദ്റത്തിൻ ഇലൈനാ ഫഇന്നാ നഷ്തകിൽ ബുഅസ വദ്ദുറാ. വീണ്ടും പറയുന്നു നമ്മൾ, അഹ്ലുൽ ബൈത്തിന്റെ മാതൃമഹിയായ ഉമ്മ, ലോകത്തുള്ള എല്ലാ സയ്യിദന്മാർക്കും അഹ്ലുൽ ബൈത്തിനും ഉമ്മയായ ഫാത്തിമത്തു സഹ്റ, അവരുടെ ഉമ്മയല്ലേ നിങ്ങൾ, അഹ്ലുൽ ബൈത്തിന്റെ ഉമ്മ. അങ്ങയുടെ ഭവതി ഒരു കരുണാ കടാക്ഷത്തിന്റെ തിരുനോട്ടം, നളറ വമദദ് യാ ഉമ്മന അസ്സയ്യിദ ഖദീജത്തുൽ കുബ്ര, നളറ വമദദ് യാ മശായിഖന. നമുക്കതേ പറയാനുള്ളൂ. നളറ വമദദ് യാ അഹ്ലൽ ബൈത്ത്. ഞങ്ങൾ പറയുന്നു
ഞങ്ങൾക്കകപ്പെട്ട ദുഃഖത്തിലും പ്രതിസന്ധിയിലും വിഷമത്തിലും പരിഹാരം വേണമെന്ന് ഖദീജത്തുൽ കുബ്ര നിങ്ങളോട് കേണപേക്ഷിച്ചു പറയുന്നു. അതെ, മനുഷ്യലോകത്തിനു വേണ്ടി, സർവ്വചരാചരങ്ങൾക്കും വേണ്ടി ഇന്നത്തെ റമദാനിലെ ഈ 10 ബീവി ഖദീജത്തുൽ കുബ്രയെ വസീലയാക്കി നമുക്ക് പറയാം, പ്രതിസന്ധികൾ തീരാൻ, മഹാമാരികൾ ഒടുങ്ങാൻ, വിജയം കൈവരാൻ. ബനാതൂകി ഫീ സൗബിൽ ജഹാലതി റുത്തഉൻ വഫീ ഹാലത്തിൻ റബ്ബി ബിഹാ വഹ്ദഹു അദ്റാ. ഖദീജ ബീവി, നിങ്ങളുടെ മക്കൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വല്ലാതെ മോശമായി പോയിട്ടുണ്ട്. ഞങ്ങൾ റബ്ബിന് മാത്രമേ അറിയൂ ഞങ്ങളുടെ മോശത്തരം. ഞങ്ങൾ വല്ലാതെ ചീത്തയായി പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് നന്നാകണം. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾക്ക് കരകയറണം. വലൈസ ലിഹാദൽ ഖത്ബി ഗൈറു ഖദീജത്തിൻ ഇദാ കബറൽ ഖത്ബുൽ തജഅനാ ഇലൽ കുബ്രാ. ഈ മഹാപ്രതിസന്ധി ഞങ്ങളിൽ വന്നു ചേർന്ന കുറ്റങ്ങളും പാപങ്ങളും ഒരു ഭാഗത്ത്, അതിന്റെ ഭവിഷ്യത്തായി ഞങ്ങൾക്ക് വന്നു ഭവിച്ച മഹാമാരികളും ദുരന്തങ്ങളും മറുഭാഗത്ത്, ഈ പ്രതിസന്ധിയിൽ ഖദീജയല്ലാതെ തിരുനബിയിലേക്ക് മുൻപോട്ട് വെക്കാനുള്ള വസീല ഞങ്ങൾക്ക് മറ്റാരുമില്ല. അതുകൊണ്ട് വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ വലിയവരെയല്ലേ കൂട്ടുപിടിക്കുക. കവിയുടെ വല്ലാത്ത വാക്കാണത്. ഇദാ കബുറൽ ഖത്ബുൽ തജഅനാ ഇലൽ കുബ്ര. പ്രതിസന്ധികൾ വലുതാകുമ്പോൾ വലിയവരെയല്ലേ കൂട്ടുപിടിക്കുക. അതുകൊണ്ട് ഹനാനൈകി യാ ഉമ്മാഹു ഇന്നാ ദുമുഅനാ തസീലു മിനത് തഫരീതി ബല്ലലത്തിൻ നഹ്റാ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ കരഞ്ഞ് കണ്ണീർ വാർത്ത്, ഞങ്ങളുടെ ദുഃഖബോധത്താൽ കുറ്റബോധത്താൽ കണ്ണീരുകൾ ഞങ്ങളുടെ നെഞ്ചിലേക്ക് ചാലിട്ടൊഴുകുന്നുണ്ട് ഖദീജ ബീവി. അതുകൊണ്ട് ഞങ്ങളുടെ ഈ കണ്ണുനീർ തുടച്ചു തരാൻ ഞങ്ങളുടെ മാതൃമഹിയായ ഉമ്മയായ നിങ്ങളല്ലാതെ ആരാണ് ഞങ്ങൾക്കുള്ളത്? വമയ്യം സഹിദ്ദം അൽ ഗസീറ ഇദാ ജറ മിനൽ ഇബ്നി ഗൈറുൽ ഉമ്മി ഫഹിയ ബിദാ അഹ്റാ. മക്കളുടെ കണ്ണുനീർ തൊപ്പിയെടുക്കാൻ, മകന്റെ മുഖത്ത് വാർന്നൊലിക്കുന്ന കണ്ണുനീർ തുടച്ചു കൊടുക്കാൻ ഉമ്മയ്ക്കല്ലാതെ മറ്റാർക്കാ കഴിയുക? ഉമ്മയെപ്പോലെ മക്കളുടെ കണ്ണീർക്കണങ്ങളെ തുടച്ചു കൊടുക്കാൻ മറ്റാരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത്? അതുകൊണ്ട് ഞങ്ങളുടെ കണ്ണുനീർ ഒടുങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു പുറത്തു തരണം. അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കണം. നിങ്ങളുടെ ഗണത്തിലേക്ക്, അഹ്ലുൽ ബൈത്തിലേക്ക്, അവരോട് പ്രേമമുള്ളവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണം. ഹനാനൈകി യാ ഉമ്മാസ്തഗ്ഫിരി ലനൽ ഇലാഹ ലഅല്ലല്ലാഹ അൻ യുസ്ബിറ സിത്റാ. ഞങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു തരണം. ഞങ്ങളെ അല്ലാഹു തആല സ്വീകരിക്കണം. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ അല്ലാഹു തആല മറച്ചു വെച്ച് ഒളിച്ചു വെച്ചു തരണം. എന്നിട്ട് അല്ലാഹു ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണം. ഖദീജത്തുൽ കുബ്ര അതുകൊണ്ട് ഒരപേക്ഷ, വിനീതമായ ഒരു കേണപേക്ഷ. വമുദ്ദീ ഇലൽ മൗലാ യദൈകി ബിദഅവത്തിൻ ഫഹാശാ ഇലാഹി അൻ യറുദ്ദഹുമാ സഫ്റാ. ലോകൈക യജമാനനായ അല്ലാഹുവിലേക്ക് ഖദീജ നിങ്ങളുടെ ഇരു കരങ്ങളൊന്ന് ഉയർത്തണം. ഞങ്ങൾക്ക് വേണ്ടി ഇലാഹിനോട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. നിങ്ങളുടെ കരങ്ങളെ അല്ലാഹു തആല ശൂന്യമായി തിരിച്ചയക്കുകയില്ലെന്ന് ഞങ്ങൾക്ക് നിശ്ചയമാണ്. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. തുടക്കത്തിലും ഒടുക്കത്തിലും മരണം വരെ ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. വസല്ലാ അലൈക അല്ലാഹു ബഅദ മുഹമ്മദി വസല്ലമ മാ ഹദാ ഔ തലാ ശിഅറാ. ഒട്ടകത്തിനെ മേഞ്ഞു നടക്കുന്നവൻ മരുഭൂമിയിലൂടെ പാട്ടുപാടി ഒഴുകുമ്പോൾ, ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് നൃത്തം വെക്കുമ്പോൾ, ആ കാലം നിലനിൽക്കുവോളം കാലം മുഹമ്മദ് മുസ്തഫായുടെ കൂടെ ബീവി ഖദീജത്തുൽ കുബ്ര അങ്ങേക്കും അള്ളാഹുവിന്റെ സ്വലാത്ത് സലാം അനവരതം വർഷിക്കുമാറാകട്ടെ. അവരുടെ കൂടെ മഅൽ ആലി വൽ അസ്ഹാബി മാ ഖാല ഖായിലുൻ അലൗതി ഫലം തുദ്റക് മഖാമുതുകിൽ കുബ്രാ. കവിയുടെ പര്യവസാനത്തിന്റെ അവസാനത്തെ വരി വല്ലാത്ത വരിയാണ്. തിരുനബിക്കും ഖദീജത്തുൽ കുബ്രയ്ക്കും എന്നുമെന്നും അള്ളാഹുവിന്റെ സലാത്ത് സലാം വർഷിക്കട്ടെ. അത് അവിടുത്തെ കുടുംബാദി മിത്രങ്ങളിൽ മുഴുവനും, അനുചരന്മാരിൽ മുഴുവനും, അസ്ഹാബുകളിൽ മുഴുവനും ഏതു കാലമത്രയും നിങ്ങളുടെ അത്യുന്നതമായ മഖാമുകളെ പ്രാപിക്കുവാൻ
ലോകത്ത് ഏതു വലിയവന്മാർക്കും സാധ്യമല്ല എന്ന പ്രഖ്യാപനം ലോകത്ത് മുഴങ്ങുവോളം കാലം. അതുതന്നെ അവസാനത്തെ വരി. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ക്ഷിഫ് അന്നാ ഹാദിഹിൽ ഉമ്മ വൻസുരിൽ ഉമ്മത്തൽ ബശരിയ്യത യാ അല്ലാഹു യാ റഹീം. اللهم يا الله أنت لها يا الله يا رحيم ارحمنا وارحم العباد واكشف عنا ما نحن فيه بجاه وحق سيدنا محمد وحق وبجاه سيدته الطاهرة الكريمة خديجة الكبرى رضي الله عنها وأدخلنا وإخواننا وأحبابنا ووالدينا معها مع زوجها مع الصالحين في جنتك الفردوس الأعلى يا الله يا رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم.